നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ റെഡി ആകുമ്പോൾ, പ്രത്യേകിച്ച് UK പോലൊക്കെ ഇത്രയും കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ട ഒരു കൺട്രിയിലേക്കൊക്കെ വരാൻ റെഡി ആകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഫസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുക. ഇപ്പൊ നമുക്ക് നാട്ടിലെന്താ, നമ്മളൊരു കംഫർട്ട് സോണിലാണ് ജീവിക്കുന്നത് പലപ്പോഴും അല്ലെ. നമുക്ക് ഒരാവശ്യം വന്നാൽ നമ്മുടെ പേരൻസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വരിക. നമ്മുടെ എല്ലാ കംഫർട്ട് സോണും നമ്മളവിടെ ബ്രേക്ക് ചെയ്യേണ്ടി വരും, സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിനൊക്കെ നമ്മൾ മെന്റലി ഒന്ന് റെഡി ആവണം. പിന്നെ ചിലപ്പോൾ നമ്മൾ വരുന്നത് 10-30 ലക്ഷം രൂപ ലോൺ എടുത്തോണ്ടായിരിക്കും. ഈ ലോണിന്റെ സ്ട്രെസ്സും പ്രഷറും എല്ലാം ഈ വരുന്ന സ്റ്റുഡന്റിന്റെ മുകളിലാണ് മൊത്തം വരിക. അതിന്റെ ഇടയ്ക്ക് അസൈൻമെന്റ്സ്, കോഴ്സ്, യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സുകൾ, ഇവിടെ വരുമ്പോൾ ഉണ്ടാവുന്ന കൾച്ചറൽ ഷോക്കുകൾ, അതിന്റെ കൂടെ പാർട്ട് ടൈം കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ആ പാർട്ട് ടൈം ചെയ്യേണ്ട വരുമ്പോൾ ഉള്ള സ്ട്രഗിള്, ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യാനും ഇതിനെ ഫേസ് ചെയ്യാനും നിങ്ങളെ തന്നെ ഒന്ന് പ്രിപ്പയർഡ് ആക്കുക ഫസ്റ്റ്. അതിനുശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോഴത്തേക്ക് ഒരു കണ്ടീഷനിൽ എനിക്കറിയാം, ഇപ്പോഴും ഇപ്പൊ ഈ ജാനിൻ്റെക്കിലൊക്കെ വന്നിട്ട് 2-3 മാസമായിട്ടും പാർട്ട് ടൈം കിട്ടാതിരിക്കുന്ന ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട്. എങ്ങനെയും ഒരു പാർട്ട് ടൈം സെറ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യുന്നതിനും പറയുന്നതിനും ഒക്കെ പരിധികളില്ലേ. അതുപോലെ ഇവിടെ നല്ലപോലെ കോമ്പറ്റീഷനും ഉണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മളെക്കാളും ഒരു 10 മടങ്ങ് ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരുമായിട്ടായിരിക്കും നമ്മളിവിടെ കോമ്പറ്റ് ചെയ്യേണ്ടി വരിക. അതും നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മുടെ സ്കില്ല് എങ്ങനെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, മറ്റുള്ളവരുമായിട്ട് നമുക്ക് എങ്ങനെ കോമ്പറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും, നമ്മളെങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, ഇതെല്ലാം ഇതിനൊക്കെ നിങ്ങൾ വില്ലിങ് ആയിരിക്കണം ഇങ്ങോട്ടേക്ക് വരാനൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ. ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സും പ്രഷറും സ്ട്രഗിളും എല്ലാം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഇവിടെ വരുന്ന ആരും ഒരു ഈസി വേയിൽ വന്നു പിറ്റേ ദിവസം പുറത്തിറങ്ങി ജോലി കിട്ടി അങ്ങനെയൊന്നും പോകുന്നവരൊന്നും അല്ല. എല്ലാവരും നല്ലപോലെ സ്ട്രഗിൾ ചെയ്യുന്നവരാണ്. ഞാനൊരു അറൗണ്ട് ഒരു 80-85 ജോബ് റിജക്ഷൻ വന്നതുകൊണ്ട്, ഇന്റർവ്യൂ വന്ന് അറ്റൻഡ് ചെയ്ത് റിജക്ഷൻ വന്നതുകൊണ്ട്, അങ്ങനെയൊക്കെ കിട്ടിയിട്ടാണ് എനിക്കൊരു പെർമനന്റ് ജോബ് ഇവിടെ കിട്ടിയത്. NSS ഒരു ജോബ് കിട്ടി.